ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ ചാനലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മകൻ ബേർട്ടിനും മരുമകൾ ആൻമേരിയുമാണ്. എൻ്റെ മോളും നേരത്തെ കുറച്ച് എപ്പിസോഡൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ അവൾ കുറച്ച് ബിസിയാണ്. ആൻമേരിയെ ഞങ്ങൾ അനു എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അനു ഈയിടെ MA സൈക്കോളജി പാസ്സായി. നല്ല മാർക്കോട് കൂടി തന്നെ. ഡിസ്റ്റിങ്ഷന് കുറച്ച് മാർക്ക് എന്തോ കുറവുണ്ടായിരുന്നു. ഞാൻ കണ്ടൻറ്റിൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ ഉണ്ടാക്കി വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. അതിന് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതും തമ്പനയിലൊക്കെ ഇടുന്നതും അനുവാണ്. കോവിഡ് തുടങ്ങിയ കാലത്താണല്ലോ ചാനൽ തുടങ്ങിയത്. അന്ന് അനു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അത് റിസൈൻ ചെയ്തു. ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ചാനലിന് വേണ്ടി പല കാര്യങ്ങളിങ്ങനെ വായിച്ചു വന്നപ്പോൾ സൈക്കോളജിയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആയി എന്നുള്ളതാണ്. പഠിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയി. വളരെ സിൻസിയറായിട്ട് തന്നെ പഠിച്ച് അത് പാസ്സായി. അതിന് ഈ ചാനൽ കാരണമായതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഒരു ചെറിയ കാരണം കേട്ടോ. അനു അതുകൊണ്ടാണോ ഇതിലേക്ക് വന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. അത് പാസ്സായതിൻ്റെ സന്തോഷ സൂചകമായിട്ട് അനു സമ്മാനിച്ച സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. എൻ്റെ മകൻ സൗണ്ട് എഞ്ചിനീയറാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കുറ്റമറ്റതായിരിക്കാൻ ബേർട്ടിന് അങ്ങേയറ്റം ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചാനലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യണത് ആരാണെന്നറിയാമോ? ഇത് കാണുന്ന നിങ്ങളാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ റിട്ടയേർഡ് ലൈഫ് ഇത്രയും സന്തോഷം നിറഞ്ഞതാക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് ചില്ലറയൊന്നുമല്ല. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും രസമുള്ള ഒരു കാര്യമാണ് മനുഷ്യരെ എങ്ങനെ നിരീക്ഷിക്കുക എന്നുള്ളത്. ഇത്രയും വെറൈറ്റി ഉള്ളൊരു സംഭവം ഈ ലോകത്തില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനുഷ്യരിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിൽ ഞാനും നിങ്ങളും എല്ലാവരും പെടും. നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ടല്ലേ, ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും. അതുപോലെ ചില ആളുകളുണ്ട്. അവർ വളരെ ആത്മാർത്ഥതയുള്ളവരാണ്, വളരെ നല്ലവരാണ്, നല്ല എത്തിക്സ് ഉള്ളവരാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ബെഡിനകത്ത് 1-2 ചെറിയ ഉറുമ്പുകളുണ്ടെന്ന് വിചാരിക്കുക. ആ ഉറുമ്പുകൾ നമ്മളെ കടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ആകെ പ്രശ്നമാകും. നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല. വല്ലാത്ത ന്യൂയിസൻസ്, ശല്യമാണ് ആ ഉറുമ്പുകൾ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെയാണ് ഒരു കസേരയിലിരിക്കുമ്പോൾ ഒരു മൂട്ട കടിച്ച. മൂട്ട വലിയ സംഭവമൊന്നുമല്ല, വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ശല്യക്കാരനാണ്. ഈ ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് അതാണ്. കുഴപ്പക്കാരല്ല, പക്ഷെ ശല്യക്കാരാണ്. ഇവരെങ്ങനെയാണ് ഈ ശല്യമായിട്ട് മാറുന്നത്? അതായത് ന്യൂയിസൻസ്. ഇവരെങ്ങനെയാണ് അങ്ങനെ ന്യൂയിസൻസ് ആയിട്ട് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ന്യൂയിസൻസ് ആയിട്ട് മാറുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന പല സന്തോഷങ്ങളും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്സിൽ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജീവിതം വളരെ വളരെ സിമ്പിളാകും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ ആകെ ക്ഷീണിച്ച് ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിക്കും, ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? നമ്മളാണെങ്കിൽ ചായ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചാണ് അവിടെ കയറിയത്. എന്നാലും മിക്കവാറും നമ്മൾ പറയും അല്ലേ, അതൊന്നും വേണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈഗോ തന്നെയാണ്. ഞാനിങ്ങനെ ചായ ചോദിച്ചാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത. ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോഴും നമ്മൾ പറയുമല്ലേ, ഇതൊന്നും വേണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റൊന്നും കാണാതെ കിടക്കുന്ന ആളാണെന്ന് അവർക്ക് തോന്നരുത്. ഇതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേയും കൂടി സന്തോഷം വരില്ലേ? ജീവിതം കുറേയും കൂടി സിമ്പിളാവില്ലേ? ഇപ്പം ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സുഹൃത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ക്ഷീണിച്ചാണ് വരുന്നത്, ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ സുഹൃത്ത് വിചാരിക്കുമോ നമ്മൾ വളരെ ആക്രാന്തം പിടിച്ച ആളാണെന്ന്? ഒരിക്കലും ഇല്ല. സുഹൃത്തിന് നമ്മളോട് ഒന്നും കൂടി ക്ലോസ്നെസ് തോന്നാനാണ് സാധ്യത. പക്ഷെ ഈഗോ നമ്മുടെ ജീവിതം സങ്കീർണമാക്കും. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. ഈഗോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പല പല സങ്കീർണതകളുണ്ട്. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഇതിനെ കുറച്ച് മനഃശാസ്ത്രപരമായിട്ട് അവലോകനം ചെയ്യാൻ പോവാണ്. എന്താണ് ഈഗോ? ഞാൻ ഈഗോയെ പറ്റി കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത് എറിക് ബേണിൻ്റെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന മനഃശാസ്ത്ര ശാഖ അത് പഠിച്ചതിന് ശേഷമാണ്. അതിൽ എറിക് ബേൺ ഈഗോ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും 3 ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ജനിച്ചു വീഴുന്ന നിമിഷം തുടങ്ങി മുതിർന്ന ആളുകൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ബ്രെയിനിൽ എവിടെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റയാണ് നമ്മൾ പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പുറമേ നിന്ന് നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾ, അതാണ് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ്.
അതിൽ പോസിറ്റീവ് ഡാറ്റയും നെഗറ്റീവ് ഡാറ്റയും ഉണ്ട്. കുഞ്ഞുനാളിലെ മുതിർന്ന ആളുകൾ നമ്മളെ ശകാരിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നെഗറ്റീവ് ഡാറ്റയാണ്. അതിനെ ക്രിട്ടിക്കൽ പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുക. എന്നാൽ അവർ നമ്മളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് ഡാറ്റയായിട്ട് ഇരിപ്പുണ്ട്. അതിനെ നർച്ചറിങ് പാരൻറ്റ്, സാന്ത്വന ഭാവം എന്നൊക്കെ മലയാളത്തിൽ പറയും. പുറമേ നിന്ന് ഈ ഡാറ്റ ഇങ്ങോട്ട് വരുമ്പോൾ ശിശു എന്നുള്ള നിലയിൽ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വേറൊരു ഭാഗത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റയാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ശിശുഭാവം. അതിലും പോസിറ്റീവ് ഡാറ്റയുണ്ട്, നെഗറ്റീവ് ഡാറ്റയുണ്ട്. പോസിറ്റീവ് ഡാറ്റയെ നാച്ചുറൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. നെഗറ്റീവ് ഡാറ്റയെ അഡാപ്റ്റഡ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. പിന്നെ വേറൊരു ഭാവം കൂടി നമുക്കുണ്ട്, അതിന് പക്വഭാവം, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. കാര്യകാരണ സഹിതം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റയാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാനിതൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈഗോ എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അതിന് ഈ ഈഗോ സ്റ്റേറ്റുമായിട്ട് നല്ല കണക്ഷനുണ്ട്. ഈ ഡാറ്റയൊക്കെ, ഈ ഈഗോ സ്റ്റേറ്റ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ആക്ടിവേറ്റഡ് ആവും. നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് വിശകലനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇല്ലേ, ഒരു ചായ നമുക്ക് അങ്ങോട്ട് ചോദിച്ച് വാങ്ങി കുടിക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ വരുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ പാരൻറ്റിലുള്ള ചില കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുണ്ട്, നീ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോകണ്ട, വല്ലവരും തന്നാൽ നീ വാങ്ങിക്കോ, വെറുതെ നമ്മുടെ വില കളയരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഈഗോ ഉള്ളവരായിട്ട് മാറുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, ഈ ഈഗോ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈഗോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം ഇല്ലാതാക്കുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് ഈഗോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഈഗോ മാറ്റിവെക്കുക എന്നുള്ളത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഈ ഈഗോയൊക്കെ വെച്ച് നമ്മൾ എന്തിന് ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകണം? അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് നമ്മളിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് മുതിർന്ന ആളുകളിൽ നിന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ്, ഞങ്ങൾ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആളുകൾ, ഞങ്ങൾക്കറിയാവുന്നത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കാണ് ലോകപരിചയം, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്ന ഈഗോ, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ ഈഗോ കൊണ്ടാണ് നമ്മൾ പാരൻറ്റിങ്ങിൽ നാഗിങ് പാരൻസ് ആകുന്നത്. ജോലി സ്ഥലത്തും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഞാനിവിടെ കാര്യങ്ങൾ പറയും, നിങ്ങളത് കേട്ടങ്ങ് അനുസരിച്ചാൽ മതി. സമഭാവനയോടുകൂടി പെരുമാറാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണ് പലപ്പോഴും കലാലയങ്ങളിലും വീടുകളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവം ഉണ്ട്. ഒരിക്കൽ ഞാൻ വൈസ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ കുറേ കുട്ടികൾ പ്രിൻസിപ്പലിനെ കാണാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പൽ ഇവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കസേരയിലൊക്കെ അവർ ഇരുത്തി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ കയറി വന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണെന്നോ, ആര് പറഞ്ഞു നിങ്ങളുടെ ഈ കസേരയിൽ കയറിയിരിക്കാൻ? വളരെ ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കുട്ടികൾ വല്ലാണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് അവർ ഇരുന്നത്. എനിക്കിപ്പോഴും അത് മനസ്സിലാവുന്നില്ല കേട്ടോ. ആ കുട്ടികൾ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിൽ നമ്മളോട് ബഹുമാനം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. ഒരു വിരോധം കടന്നു വരാൻ സാധ്യതയില്ലേ? ഈഗോ ഉണ്ടാക്കുന്ന പ്രോട്ടോകോൾ അത് വലിയ പ്രശ്നമാണ്. അതുമല്ല, ഈ പ്രോട്ടോകോൾ വരുമ്പോൾ ചിലർ മസിൽ പിടിച്ചിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സന്തോഷങ്ങളും അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. ഒരു സെലിബ്രേഷൻ നടക്കുമ്പോൾ ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരിങ്ങനെ മസിൽ പിടിച്ചിരിക്കും. അവർക്ക് ഡാൻസ് ചെയ്യണമെന്നുണ്ടാവും, പാട്ട് പാടണമെന്നുണ്ടാവും. പക്ഷെ ഈഗോ സമ്മതിക്കില്ല. ഈഗോ അങ്ങോട്ട് മാറ്റി വെക്കുക, ഇറങ്ങുക. ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കൂടെ സഹകരിക്കാനും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പങ്കാളികളാകാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം എന്ത് സംഭവിക്കും? അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് അനുഭവിക്കാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെയുള്ളൊരു പ്രോട്ടോകോൾ ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. എല്ലാ മനുഷ്യരും തുല്യരാണ്. നമുക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ രണ്ടാമത്തെ കാര്യം, ഈഗോ ഉള്ളവർക്ക് തെറ്റ് സമ്മതിക്കാനേ പറ്റില്ല. തെറ്റ് സംഭവിച്ചു എന്ന് ഉറപ്പായാലും എങ്ങനെ ഞാൻ തെറ്റ് സമ്മതിക്കും? കാരണം ഞാൻ തെറ്റ് സമ്മതിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറുതായി പോവില്ലേ? എനിക്ക് തെറ്റ് പറ്റാൻ പാടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ലല്ലോ. ആർക്കും തെറ്റുപറ്റാം. തെറ്റുപറ്റുക എന്നുള്ളത് മാനുഷികമാണ്. തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് സമ്മതിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളോട് തീർച്ചയായിട്ടും ബഹുമാനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
ചിലർ അതെല്ലാം കളഞ്ഞു കുളിക്കും. തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് സംബന്ധിച്ച് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാം അല്ലേ നമുക്ക്. പക്ഷേ ഈഗോ അതിന് സമ്മതിക്കില്ല, അതാണ് സത്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പാരന്റ് ഈഗോ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഈഗോ ഇല്ലേ, അത് പലപ്പോഴും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ചില ആളുകൾ ഇതുകൊണ്ട് ഒരുപാട് മനപ്രയാസം അനുഭവിക്കും. അതെന്താണെന്നറിയാമോ? എപ്പോഴും അവരുടെ മനസ്സിൽ ഞാനൊരു വലിയ ആളാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ബഹുമാനം ആളുകളിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അവർ നമ്മളോട് ബഹുമാനക്കുറവ് കാണിക്കുന്നതല്ല, പക്ഷേ മറ്റേയാൾക്ക് ഈഗോ മനസ്സിലുള്ളത് കൊണ്ട് അവരെല്ലാം പേഴ്സണലായിട്ട് എടുക്കും. എന്നിട്ട് ചിലർ കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കൊടുക്കാറില്ലേ, ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ല. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ അവർ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല, ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അവരുടെ പ്രശ്നം ഈഗോയാണെന്ന് തിരിച്ചറിയുക. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അത് മാത്രമുള്ള അതിന് സൊല്യൂഷൻ. നാലാമത്തെ കാര്യം, ഈഗോ ഉള്ളവർക്ക് പറ്റുന്ന വേറൊരു കുഴപ്പമുണ്ട്. ഇവരുടെ മനസ്സിൽ മുഴുവൻ ഇവർ വലിയ ആളുകളാണ്. അതുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ ഒരു ശകാരഭാവം കടന്നു വരും. ഇത് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കും. ഇവിടെയുള്ളൊരു റിയാലിറ്റി എന്താണെന്നോ, മറ്റേയാൾക്ക് ഈഗോ ഉണ്ട്, എല്ലാ ആളുകൾക്കും ഈഗോ ഉണ്ട്. അപ്പം മറ്റേയാളും തിരിച്ചു വല്ലതൊക്കെ പറയും. തിരിച്ചു പറയുമ്പോൾ വിഷമമാകും. മക്കളുടെ കേസിലാണെങ്കിലും അവൻ മകനല്ലേ, എന്നോട് ഇങ്ങനെ സംസാരിക്കാമോ? സത്യത്തിൽ ഞാനായിരിക്കും അയാളെ പ്രകോപിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്നത്. നമ്മളറിയാതെ അവരെ പ്രകോപിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ ഈഗോ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ഇതേക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ധാരണയുള്ളവരായിരിക്കണം. നമുക്ക് മാത്രമല്ല ഈഗോ, നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവർക്കും ഈഗോയുണ്ട്. നമ്മുടെ ഈഗോ മറ്റേയാളുടെ ഈഗോയെ ചിലപ്പോൾ ഹേർട്ടാക്കും. അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവരെ ചിലർ അംഗീകരിക്കില്ല. അത് വല്ലാത്തൊരു ഈഗോയാണല്ലേ. മറ്റുള്ളവര് എത്ര നല്ലത് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യില്ല. പിന്നെ ഇവർ വേറൊരു കാര്യം കൂടി ചെയ്യും, എന്നേക്കാൾ മികച്ചവരൊന്നും എൻ്റെ കൂടെ ഉണ്ടാകരുത്. കാരണം എന്നേക്കാൾ മികച്ചവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കഴിവ് കുറവാണെന്ന് മറ്റുള്ളവർ വിചാരിക്കില്ലേ. അങ്ങനെ പെരുമാറുന്ന ആളുകളെ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് അവരെന്താ ചെയ്യണത്, കഴിവില്ലാത്തവരെ കൂടെ നിർത്തും, കഴിവുള്ളവരെയൊക്കെ പടിക്ക് പുറത്താക്കും. നമ്മളും കൂടി ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മളും കൂടി ഉൾപ്പെടുന്ന ഒരു കാര്യം, അവിടെ വരുന്ന പരാജയം നമ്മളെല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ വിജയം, അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തരുന്ന ഒന്നാണ്. ഈ ഈഗോ മാറ്റുക എന്നുള്ളത് വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കുക, അവരുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തേക്ക് എടുക്കുക. സ്ത്രീ പുരുഷ ബന്ധത്തിലും ഈ ഈഗോ കടന്നു വരാറുണ്ട്. കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. പ്രത്യേകിച്ചും മാരീഡ് ലൈഫിലൊക്കെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരു സ്ഥാനം, അവിടെ വരുന്നൊരു പ്രോട്ടോക്കോൾ, നമ്മൾ പറഞ്ഞ ഈഗോയിലൂടെ വരുന്നൊരു പ്രോട്ടോക്കോൾ, അതുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. എന്നാൽ ഇവര് പരസ്പരം കഴിവുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം എത്ര സുന്ദരമാകും അല്ലേ. ആറാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രെയിനകത്തുള്ള ഡാറ്റ, ശിശു എന്നുള്ള നിലയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് ഡാറ്റയുണ്ട്. കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, അവർ നെഗറ്റീവ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. പിടിവാശി, ദുർവാശി, അമ്പിളിമാമനെ പിടിച്ചു തരുമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ. അങ്ങനെ വല്ലാത്ത വാശി കാണിക്കുന്ന കുട്ടികൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈഗോ. ഈയിടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യത്തിന് സജഷൻ ചോദിച്ചു. സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ടീച്ചറാണ് കേട്ടോ. സ്കൂളിലെ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ പഴയ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ ടീച്ചറിനെ വിളിച്ചില്ല. എന്നാൽ വേറെ അധ്യാപകർ പറഞ്ഞ ഈ വിവരം അറിഞ്ഞു ടീച്ചർ. എന്നിട്ട് ടീച്ചർ എന്നോട് പറയുകയാണേ, എനിക്ക് സ്കൂളിൽ പോകുന്നത് എത്ര സന്തോഷമാണെന്നറിയാമോ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന കുറേ ആളുകൾ അവിടെയുണ്ട്, അവരെയൊക്കെ കാണാനുള്ള അവസരമില്ലേ, എന്നിട്ട് ഇവരെന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, വിളിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ വരെ പോയിക്കൂടെ, അതിന് കുഴപ്പമുണ്ടോ? അല്ല, വിളിച്ചില്ലെങ്കിൽ പോകാം, പക്ഷേ എന്നെ വിളിച്ചില്ലല്ലോ, വിളിക്കാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? നിങ്ങൾ വിളിച്ചില്ലെങ്കിലും അവിടം വരെ ചെല്ലുന്നു, എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഇനി വിളിക്കാത്ത ആൾ, അയാൾ മനഃപൂർവ്വമാണ് വിളിക്കാത്തതെങ്കിൽ കൂടിയും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അവിടെ വേറെയുണ്ട്. അവരുടെ സൗഹൃദം, അവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷം എല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. എന്താ കാരണം? ഈ ഒരു ഈഗോ, എന്നെ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ സന്ദർഭത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകാത്ത ടീച്ചർക്ക് ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ്. ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു ദിവസം ഈ ഒരു കാര്യം പറഞ്ഞ്
പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു വിഡ്ഢിത്തരമല്ലേ? വിളിക്കാത്ത ആൾ മനഃപൂർവ്വം വിളിക്കാതിരുന്നാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. കാരണം അയാൾ ഉദ്ദേശിച്ചത് നടന്നു. ഈ പിടിവാശി തുറുവാശി ഈഗോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഇഷ്യൂ വഴക്കാണെന്ന് വിചാരിക്കുക. ഒരാൾ ചെന്ന് മറ്റേയാളോടൊന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം അവിടെ വെച്ച് തീരും. പോകില്ലല്ലോ. വേണമെങ്കിൽ അയാൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്നു. ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏകദേശം പിടികിട്ടിയില്ലേ? സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ ഒരു സമഭാവന, ഞാനെന്ന വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റേ വ്യക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ എല്ലാം കളഞ്ഞു കുളിച്ചല്ലോ ഈഗോ മാറ്റി വെക്കേണ്ടത്. അവിടെ നമ്മൾ ശരിക്കും ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടം വരെ പോകാം, അതിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണം. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് നമ്മുടെ ബ്രെയിനിനകത്തുണ്ട് കേട്ടോ. ആ ഈഗോ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈഗോ ഇല്ലേ, അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി വേണ്ട തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ നമുക്ക് കുറേ കൂടി സന്തോഷമായിട്ട് പീസ്ഫുള്ളായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം, ഞാൻ എടുത്തു മാറ്റേണ്ട ഈഗോ അത് ഏതെല്ലാമാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.